ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഫാബ്രിക് ഡൈയിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഡ്രസ്സാട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു ഈ ഒരു ഫാബ്രിക് ഡൈ കഴുകിയാൽ കളർ പോകും എന്നുള്ളത്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ആ വീഡിയോയുടെ താഴെ ഇപ്പോഴും കമൻറ്റ് വരുന്നത് കഴുകിയാൽ പോകുമോ എന്ന്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കഴുകണം കേട്ടോ. കാരണം ഇങ്ങനത്തെ എത്തിനിക്ക് വേഴ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. 1-2 പ്രാവശ്യം ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോഴാട്ടോ കഴുകണേ, ഫസ്റ്റ് ടൈമും. അപ്പോൾ അതിനായിട്ടൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് സോപ്പ് പൊടി ആട്ടോ ഉപയോഗിക്കണേ. നമ്മൾ എന്തായാലും വാഷിംഗ് മെഷീനിലിട്ട് ഇതേപോലെ നല്ല ഡ്രസ്സൊന്നും കഴിയില്ല. പിന്നെ അതിൽ ഹാൻഡ് വർക്ക് കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിൻ്റെ ഷോള് കഴുകി ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ടോപ്പ് കഴുകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ്. ഇപ്പോൾ ടോപ്പിൻ്റെ മേൽഭാഗത്ത് വൈറ്റും താഴ്ഭാഗത്ത് ബ്ലൂ ആണ് വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഞാൻ സോപ്പ് പൊടിയിൽ മുക്കി വെക്കുകയാണ്. ഒരുപാട് അഴുക്കൊന്നും ഇല്ല, ചെറുതായിട്ട് നെക്കിൻ്റെ ഭാഗത്തൊക്കെ അഴുക്കുള്ളൂ. അപ്പോൾ ഇത് 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഞാനൊന്ന് കൈകൊണ്ട് തിരുമ്മി എടുക്കുകയാണ്. നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് ഡൈ ഫിക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കളറ് തുണിയിൽ നിന്ന് പോവാണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഈ വെള്ളം ഒന്ന് കാണിച്ചിടാം കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാം, ഒരു ലൈറ്റായിട്ടൊരു കളർ മാത്രമേ ഈ വെള്ളത്തിനുള്ളൂ. അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈം കഴുകുമ്പം ചെറുതായിട്ട് കളർ പോകുന്നത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഡൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനെ പോവാറുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു കളർ ഇളകിയത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ഡ്രസ്സിൻ്റെ മുകൾ ഭാഗത്ത് വൈറ്റാണ്. അപ്പം അങ്ങനെ കളർ ഇളകുവാണെങ്കിൽ ഈ വൈറ്റ് ഫുള്ള് ബ്ലൂ ആയിട്ട് മാറേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വെള്ളത്തിന് ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയതാണ്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഡൈ ചെയ്യുമ്പോഴത്തേക്കും ഡൈ ഫിക്സ് സൊല്യൂഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഈ ഡൈ ഫിക്സ് സൊല്യൂഷൻ ഇങ്ങനെ ഡൈ ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈം കഴുകുമ്പം ആദ്യം ഡൈ ഫിക്സിൽ മുക്കിയിട്ട് ഉണക്കിയാൽ അങ്ങനെ കളർ പോവാതിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഒന്നുകൂടെ നല്ല വെള്ളത്തിൽ ഈ തുണിയൊന്ന് മുക്കി കഴുകുവാണ്. ഇതാ നോക്ക്, വലുതായിട്ട് കളറൊന്നും ഇളകുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒട്ടും തന്നെ കളറ് പിന്നെ ഇളകിയിട്ടില്ല. 1-2 പ്രാവശ്യം കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഞാനിത് അങ്ങ് ഉണക്കി എടുക്കുവാണ്. വെയിലത്തിട്ട് തന്നെയാണ് ഉണക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാബ്രിക് ഡൈയിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ഉടനെ തന്നെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.